ഹലോ, എല്ലാവർക്കും നമസ്കാരം. മിക്സ് മീ ക്രിപ്സ് സാർ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ട്രോളജിയിലെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട്. മായസിനെ പറ്റിയാണ്. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്മൾ പറയാനുള്ളത് രേവതി നക്ഷത്രത്തെ പറ്റിയാണ്. ഇപ്പോൾ രേവതി നക്ഷത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് രാവണ നക്ഷത്രമായിട്ടാണ് പറയുന്നത്. അപ്പം രാവണ നക്ഷത്രവും രേവതിയും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുന്നു. അപ്പോൾ ഈ രാവണൻ്റെ മതത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഞാൻ റൂൾ ചെയ്യുന്നത് ഈ പറഞ്ഞ മായസ് എന്ന് പറഞ്ഞ ഗ്രഹമാണ്. അപ്പോൾ രേവതിയുടെ കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായസാണ്. മനസ്സിലായില്ലേ? അതാണ് കാര്യം. അപ്പോൾ ഈ രേവതി നക്ഷത്രക്കാരെ പറ്റി പറയുകയാണെങ്കിൽ രാവണനുമായി ബന്ധമുണ്ട്. കാരണം രാവണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല കലാ വല്ലഭനാണ്. കലകളിൽ കഴിവുണ്ട്, എഴുത്തിൽ കഴിവുണ്ട്, കലാപരമായ കഴിവുണ്ട്, അതേപോലെ വൈദ്യശാസ്ത്രത്തിൽ കഴിവുണ്ട്, മെഡിക്കൽ രംഗത്ത് നല്ല കഴിവുണ്ട്. അങ്ങനെ പല പല കഴിവുകളുള്ള ആളാണത്. പിന്നെ വാരിയറാണ്. നല്ല യുദ്ധം അറിയാം, യുദ്ധം ചെയ്യാനൊക്കെ നല്ല കഴിവുണ്ട്, അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ആളാണ്. എല്ലാം ആൾ നല്ല പവർഫുള്ളാണ്, നല്ല ബുദ്ധിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കല്പമാണ്. രാവണൻ എന്ന് പറഞ്ഞ സങ്കല്പമാണ്. ഇതിലൂടെ നമ്മൾ കണ്ടെത്താൻ പറഞ്ഞത് ഈ പറഞ്ഞ രാവണൻ എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പണ്ട് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സാങ്കല്പികമായ കഥാപാത്രമായി രാവണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഈ ഒരു പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവർക്കെല്ലാം ഇതുപോലത്തെ സംഭവം ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവണൻ എന്തുകൊണ്ടാണ് തോൽവി പറ്റിയത്? സ്വന്തം ഗ്രോത്ത് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവിതത്തിൽ രാവണന് പറ്റിയ മിസ്റ്റേക്കുകൾ ലക്ഷ്മണൻ്റെ ഗുരു ഉപദേശത്തിന് പോയി രാവണൻ്റെ അടുത്ത്. അപ്പോൾ രാവണൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മളെ സീക്രട്ട് നമ്മുടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല ആരെടുത്തും. അത് നമ്മൾ തന്നെ ഇരിക്കണം. നമ്മളെ കഴിവ് എന്തോ, നമ്മളെ നെഗറ്റീവ് എന്താണ്, നമ്മുടെ പോസിറ്റീവ് എന്താണ്, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ നമ്മളെ മനസ്സിൽ തന്നെ വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് രാവണനെ പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ രാവണൻ്റെ ബലഹീനതകളെ പറ്റി ബാക്കിയുള്ളിടത്ത് പറഞ്ഞതാണ് രാവണന് എന്തോന്ന് ഞാൻ പറയുന്നത്, രാമന് യുദ്ധം ചെയ്യാതെ രാവണനെ തോപ്പിക്കാനുള്ള കാര്യം. മനസ്സിലായില്ലേ? അപ്പോൾ രേവതി നക്ഷത്രക്കാർ നിങ്ങൾ ചിന്തിക്കാനുള്ള കാര്യം നിങ്ങളുടെ ലൈഫ് ഇതുപോലെ തന്നെയായിരിക്കും. എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാര്യം തുടങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വളർന്നു വന്നത്, നിങ്ങൾ എന്ത് ചെയ്താണ് വളർന്നു വന്നത്, നിങ്ങളുടെ സീക്രട്ട് എന്താണ്, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പരാജയപ്പെടാനുള്ള കാര്യം എന്താണ്, നിങ്ങളുടെ ബലഹീനത എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, നിങ്ങൾക്ക് എവിടെ അടിച്ചാൽ എവിടെ കൊള്ളും എന്നുള്ള നിങ്ങളുടെ വീക്ക്നെസ്സിനെ പറ്റി നിങ്ങൾ ബാക്കിയുള്ളത് ചർച്ച ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ പറയുമ്പോൾ സഹോദരമായി ബന്ധപ്പെട്ട ബന്ധമാണ് ഇളയ സഹോദരൻ. അപ്പം മായസിൻ്റെ ഇതുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഇളയ സഹോദരൻ മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇളയ സഹോദരൻ വഴിയാണ് രാമന് ഈ രാവണനെ എങ്ങനെ തോൽപ്പിക്കണമെന്ന ട്രിക്ക് രാമന് കിട്ടിയത്. ഈ ട്രിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ രാമൻ ഒരിക്കലും രാവണനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. രാമായണത്തിൽ ഈ പറഞ്ഞ രാമൻ ഒരിക്കലും രാവണനെ തോൽപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിന് തോൽക്കാനുള്ള മെയിൻ കാരണം സ്വന്തം സഹോദരൻ തന്നെയാണ്. കാരണം മായസ് എന്ന പറഞ്ഞ അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ഇളയ സഹോദരൻ തന്നെ. ഇളയ സഹോദരൻ മൂത്ത സഹോദരൻ ഇളയ സഹോദരൻ കൂടുതലും. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഇളയ സഹോദരനാണ് എല്ലാത്തിനും കാരണം. അപ്പം ചൊവ്വയുടെ സ്വാധീനമുള്ള ആളായിരിക്കും ഇവർക്ക് വരുന്നത്. എക്സാമ്പിൾ, ചൊവ്വയുടെ ഈ കൺട്രോളായിട്ടുള്ള ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. മകയിരം, അവിട്ടം, അതേപോലെ ഒരുപാട് നാളുകളുണ്ട്. എക്സാമ്പിൾ പൂരം, അതേപോലെ ചില നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഗുണവും കിട്ടും ദോഷവും കിട്ടും. എട്ടിൻ്റെ പണിയും കിട്ടും, നല്ല ബെനിഫിറ്റും ഉണ്ടാവും. അതാണ് അവസ്ഥ. പണിയെന്ന് വെച്ചാൽ ഒന്നൊരു പണിയായിരിക്കും, അതും കൂടെ ആലോചിക്കണം. ഇതാണ് കാര്യം. അപ്പോൾ ഈ പറയുന്ന അതേപോലെ ഇളയ സഹോദരി, ഇപ്പോൾ ഇത് നക്ഷത്രക്കാർ ഇളയ സഹോദരന്മാരായിട്ട് വേണമെങ്കിൽ അവിടെയും പ്രത്യേകിച്ച് കാർത്തിക അതും വരും. കാർത്തികയും ചൊവ്വയുടെ ഇതാണ്. അപ്പോൾ മകയിരം, അവിട്ടം, ചിത്തിര ഇതുപോലത്തെ നക്ഷത്രക്കാരായിട്ടൊക്കെ ഇവർ കമ്പനി അടിച്ചു കഴിഞ്ഞാൽ സൂക്ഷിക്കണം. കമ്പനി അടിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷേ നിങ്ങൾക്ക് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. കാരണം ഈ പറയുന്ന പോലെ രാവണൻ്റെ ഇളയ സഹോദരനായിട്ടുള്ളവരാണ് രാവണനെ തോൽപ്പിക്കാനുള്ള മെയിൻ കാരണം. അവരിൽ നിന്നുള്ള മിസ്റ്റേക്കാണ്. കാരണം ലൈഫിൽ ഇവർ തമ്മിൽ എപ്പോഴും ക്ലാഷ് ഉണ്ടാകും. തുടക്കകാലത്ത് നല്ല അടിപൊളിയായിട്ടൊക്കെ പോകുമെങ്കിൽ പോലും പിന്നീട് ക്ലാഷ് ഉണ്ടാകും. വസ്തുവിൻ്റെ കാര്യത്തിലാകാം,
പ്രത്യേകിച്ച് വസ്തുവിൻ്റെ കാര്യത്തിൽ, ഇതിൻ്റെ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പറയാം, വസ്തു അതേപോലെ വീട്, ഇവ ഈ സഹോദരി തമ്മിൽ ക്ലാഷ് ഉണ്ടാകും. അപ്പോൾ അത് മാത്രമല്ല, ഈ നക്ഷത്രക്കാരായിട്ട് മീൻസ് പൂയം, അതേപോലെ അവിട്ടം, ചിത്തിര, മകയിരം, അതുപോലത്തെ ഒരുപാട് നാളുകളുണ്ട്. അപ്പോൾ ഇവരുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾ കുറച്ച് ഒന്ന് സൂക്ഷിച്ച് നിൽക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെയായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ കൂടുതൽ വരാൻ സാധ്യത, ഫ്രണ്ടായിട്ട് വരാൻ സാധ്യത. വന്നു കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാരണം നിങ്ങൾക്കും പണിയാവും, പണി കിട്ടിയിരിക്കും. കാരണം അങ്ങനെയുള്ളവർ മാത്രമേ നമ്മുടെ വരത്തുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടി ഇവിടത്തെ നമ്മൾ കമ്പനി ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ രഹസ്യങ്ങളും, നിങ്ങളുടെ സീക്രട്ടും, നിങ്ങളുടെ ബലഹീനതകളും നിങ്ങളെല്ലാം അവിടുത്തെ എക്സ്പോസ് ചെയ്യും. ഒരു ടൈം കിട്ടുമ്പോൾ ഇത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ തിരിച്ചടിക്കും. നിങ്ങൾ എത്ര വലിയ മറ്റൊന്നാലും ശരി തന്നെ, ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവരെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ ഇവരുമായി മാക്സിമം പ്രശ്നത്തിലൊന്നും പോകാതിരിക്കുക. ഓക്കെ, പ്രശ്നത്തിൽ പോയി കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ ഇതും കൂടെയാണ് ഈ രേവതി നക്ഷത്രക്കാരടുത്ത് പറയാനുള്ളത്. അത് മാത്രമല്ല, ഈ ചൊവ്വയുടെ ഇൻഫ്ലുവൻസ് ഉള്ള എല്ലായിടത്തും, മകയിരം, പൂരം, ചിത്തിര, അവിട്ടം, എല്ലാ നക്ഷത്രക്കാരും, പ്രത്യേകിച്ച് കാർത്തിക, എല്ലാം. അപ്പോൾ ഇവരെല്ലാം, പിന്നെ മൂലം, മറക്കാൻ മറന്നുപോയി, മൂലം കൂടെ ഉണ്ട്. ഓക്കെ, മൂല നക്ഷത്രം കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും നാളുകൾ തമ്മിലുള്ള ഇത് നിങ്ങൾ സൂക്ഷിക്കണം, മനസ്സിലായില്ലേ? ഇവർ തമ്മിലൊക്കെ വിഷയമാവും. ഇവയൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യുന്ന നക്ഷത്രക്കാർ. ഓക്കെ, നിങ്ങളെ പൊക്കിക്കൊണ്ടുവരാനും ഇവരുമാണ്, നശിപ്പിക്കാനും ഇവർ തന്നെ വരും. ഇതാണ് കാര്യം. അപ്പോൾ മാക്സിമം നിങ്ങൾ കമ്പനി അടിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അവരെ പിണക്കാതിരിക്കുക. പിണക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പണിയാവും. ഇല്ലെങ്കിൽ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് ഇവരെ കൊണ്ട്. അത് അങ്ങനെയാണ്. അത് ഏതെങ്കിലും രീതിയിൽ കൂടെ നിങ്ങൾക്ക് പണി വരും, മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. ഇതാണ് രേവതി നക്ഷത്രത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ മാനിപ്പുലേറ്റർ, രേവതി നക്ഷത്രം എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേറ്റീവാണ്. മീൻസ് എന്തോന്നാണ്, ഒടുക്കത്തെ മാനിപ്പുലേറ്റീവാണ്. ഇവർ ചിന്തിക്കുന്ന കാര്യം വേറെ ആയിരിക്കും, കൺവിൻസ് ചെയ്യായിരിക്കും, മാർക്കറ്റിങ്ങിനായിരിക്കും, സെയിൽസിനായിരിക്കും ബെസ്റ്റാണ്. കാരണം ഇവർ ഭയങ്കര കൺവിൻസിങ് ആണ് ഇവർ. ഇപ്പോൾ ഇവർ സംസാരിച്ച് ഒരു ഭയങ്കര സോപ്പിടക്കമാണ് ഇവർ ചിലപ്പോൾ. അപ്പോൾ ഇതും കൂടെ ഉണ്ട്, ഭയങ്കര സോപ്പിടക്കമാണ്, ഭയങ്കര കാര്യമാണ്. അതേപോലെ ചിലപ്പോൾ ഈ മാഴ്സിൻ്റെ സോക്ക് കാണും, ചിലപ്പോൾ ഭയങ്കര ദേഷ്യം കാണും, അഗ്രഷൻ കാണും, എല്ലാം കാണും. പിന്നെ ഒരു ടെറർ മൈൻഡ് സെറ്റ് ആയിരിക്കും. ഇപ്പോൾ അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും റിവഞ്ച് എടുക്കുക, ഈ അടി പിടി വെട്ടുകുത്ത്, ഇതൊക്കെ ഇൻസൈഡ് ഉള്ളിൽ കാണും, പുറമേ കാണിക്കും. ചിലവർ പുറമേ കാണിക്കും, ചിലവർ പുറമേ കാണിക്കും, ഇല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കും. ഇതുപോലത്തെ വികാരങ്ങൾ, ഇതൊക്കെയാണ് പ്രത്യേകത എന്ന് പറയുമ്പോൾ. അപ്പോൾ ചൊവ്വയുടെ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ, ഇവരുമായുള്ള ബന്ധങ്ങൾ, അത് ഏത് നക്ഷത്രക്കാരും ചെയ്യാൻ, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയുള്ള ഏത് നക്ഷത്രമായിരുന്നാലും ചെയ്യാൻ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. നിങ്ങൾ ഇത്രയും പിന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന പാർട്ണർ നക്ഷത്രവുമായി ബന്ധപ്പെട്ടതായിരിക്കും, പക്ഷേ കുഴപ്പമില്ല, അതും ഒരു കുഴപ്പമില്ല. നമ്മുടെ ലൈഫിൽ ചില തോൽവികൾ ഉണ്ടാവുന്നത് അത് വേറൊരു വ്യക്തി മൂലം ആയിരുന്നാൽ പോലും അതിൽ നിന്ന് നമുക്ക് ലെസൺ കിട്ടാൻ വേണ്ടിയാണ്, നമുക്കൊരു പാഠം പഠിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഗുണങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്, ഗുണവും ദോഷവും ഉണ്ടാവും, മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. അപ്പോൾ ഇതാണ് എനിക്ക് രേവതി നക്ഷത്രത്തെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഇവരുള്ളിൽ എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. അതും കൂടെ ഒരു കാര്യം കൂടെയുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ കൂടെ നിന്ന് പാരസൈറ്റായിട്ട് ഒരുപാട് വഴി നടക്കും. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ വീക്ക്നെസ് ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ ആയിടത്തും പറയാതിരിക്കുക, പറഞ്ഞാൽ പണി കിട്ടും. ഇതാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മാനിപ്പുലേറ്റീവാണെന്ന്. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, പണ്ട് മാനിൻ്റെ രൂപത്തിൽ വന്നാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത്. ആലോചിച്ച് നോക്കണം, മാനിൻ്റെ രൂപത്തിൽ വന്നാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയത്. അതുപോലെയാണ് ഇപ്പോൾ എങ്ങനെയാണോ രാവണൻ ഒരു മാനിൻ്റെ രൂപത്തിൽ മാറിയത്, അതുപോലെ ഇവർ സാഹചര്യങ്ങളനുസരിച്ച് അവരുടെ വ്യക്തിത്വം മാറ്റിക്കൊണ്ടിരിക്കും, അവരുടെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കും. ആട്ടും തൊഴുത്ത ചെന്നായ പോലെ ചിലപ്പോൾ മാറും, ചിലപ്പോൾ അപ്പോൾ അവിടെ ക്യാരക്ടറിസ്റ്റിക് സ്റ്റെബിലിറ്റി ഒന്നുമല്ല, പക്ഷേ അവർ എന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദേഷ്യങ്ങളൊക്കെ മാക്സിമം എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളായിരിക്കും. എങ്കിലും അതും ഡിപ്പെൻഡ് അപ്പോൺസ് അതങ്ങനെയാണ്. അതും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഇതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, മനസ്സിലായില്ലേ?
അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് അത് മാത്രമല്ല, ഇവർക്ക് ബേസിക്കലി വരെയുള്ള പ്രശ്നം ലാൻഡ് ബേസുള്ള പ്രശ്നം, ലാൻഡുമായി ബന്ധപ്പെട്ട ഇഷ്യൂ. ചില രേവതി നക്ഷത്രക്കാരുടെ വീട്ടിൽ ഒന്നീ മിലിറ്ററി പോലീസ് അങ്ങനെ ഏതെങ്കിലും ചിലപ്പോൾ അത് വളരെ റയർ, അത് നമുക്കൊരിക്കലും കൺഫേം ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ജനറലി ഞാൻ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് വയറ് സംബന്ധമായും കാല് സംബന്ധമായും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ പെണ്ണ് വിഷയം, അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. പെണ്ണുങ്ങളെ ബന്ധപ്പെട്ട ഇഷ്യൂ. പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ചിലപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് മീൻസ് അവർക്ക് വയറ് സംബന്ധമായ വിഷയമുണ്ട്. മീൻസ് എൻ്റർടൈൻമെൻറ്റ്, അതേപോലെ വിനോദങ്ങൾ, അതേപോലെ എന്തും കാര്യങ്ങളും ആവാം. അതുമാത്രമല്ല, അതേപോലെ മനസ്സിൽ സന്തോഷം കിട്ടും, മനസ്സിലും ശരീരത്തിലും സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ ഇവർ ഏർപ്പെട്ട്, പെണ്ണ് തന്നെ ആവണമെന്നില്ല, ഇതുപോലത്തെ പല പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഇവർക്ക് പ്രശ്നം വരാം. പിന്നെ ഇവർക്ക് കാല് സംബന്ധമായ ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. കാലുമായി ബന്ധപ്പെട്ട ഇഷ്യൂ, പ്രത്യേകിച്ച് വയറ്, ഡൈജസ്റ്റീവ് ഇഷ്യൂ, ഇതൊക്കെ ഇവർക്ക് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ലാൻഡ് ഇഷ്യൂ, ഒന്നീ ഇളയ സഹോദരന്മാരായിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ തന്നെ ഇളയ സഹോദരന്മാരായിട്ടായിരിക്കും, ഇല്ലെങ്കിൽ തന്നെ നാട്ടുകാരായിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ഈ വസ്തുവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇവർക്ക് കാണും ജനറലി. ഇതൊക്കെയാണ് ഇവിടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ രാവണൻ എന്ന് പറഞ്ഞാൽ അറിയാലോ എത്ര പവർഫുള്ളാണെന്ന് അറിയാലോ. രാമൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യ രൂപത്തിൽ ആണ് ചിത്രീകരിച്ചിട്ടുള്ളത്. മനുഷ്യ രൂപത്തിൽ പറവി കൊണ്ട് ജന്മമായിട്ടാണ് രാമനെ ചിത്രീകരിച്ചത്. എന്നിട്ട് പോലും ഇത്രയും പവർഫുള്ളായ രാവണൻ എന്തുകൊണ്ട് രാമൻ്റെ മുമ്പിൽ തോറ്റുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാവണൻ്റെ ബലഹീനതകൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? സ്വന്തം സഹോദരന്മാരുടെ അടുത്തായാലും അല്ലെങ്കിൽ തന്നെ വേറെ അടുത്തൊക്കെ ആയാലും ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്. ഇതും കൂടെ ഒന്ന് ആലോചിക്കണം. മനസ്സിലായില്ലേ? പിന്നെ ഈ പറയുന്ന പോലെ സാറ്റേണിൻ്റെ ഇതും കൂടെ ഉണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ സാറ്റേണിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഞാൻ പറഞ്ഞു തരാം, പിന്നെ പറയുന്നതായിരിക്കാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പുരോഗതിയെ പറ്റിയും പറയരുത്, നിങ്ങളുടെ ബിസിനസ്സിലെ നഷ്ടങ്ങൾ, മീൻസ് അവിടുത്തെ, ഇപ്പോൾ നിങ്ങൾ ഈ ബിസിനസ് ഒരു ഹോട്ടൽ തുടങ്ങുമെന്ന് വിചാരിച്ചോ, അപ്പോൾ ഹോട്ടൽ തുടങ്ങുമ്പോൾ ആ ഹോട്ടലിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി നിങ്ങൾ ബാക്കിയുള്ളത് ഷെയർ ചെയ്യാൻ പാടില്ല. അവിടെ എന്തൊക്കെ കുറവുണ്ടെന്ന് പറയാൻ പാടില്ല, എന്തൊക്കെ ഗുണമുണ്ടെന്ന് പറയാൻ പാടില്ല. നിങ്ങളുടെ ബിസിനസ് ട്രിക്ക് നിങ്ങൾക്ക് വിശ്വാസമുള്ളവരുടെ ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങളങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ എടുത്തു പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ബീജസുമായി ബന്ധപ്പെട്ട ഇഷ്യൂ, മീൻസ് സ്ത്രീകൾ, അതേപോലെ തങ്ങളുടെ ഇഷ്യൂ, അവർ ഇത് വരാതെ സൂക്ഷിക്കണം. ഏത് നക്ഷത്രക്കാർ ചിലപ്പോൾ അവരങ്ങനെ ട്രോമയുടെ കടന്നു പോയായിരിക്കും, ചിലപ്പോൾ ബ്രേക്കപ്പ് കിട്ടി പോയായിരിക്കും, അങ്ങനെയൊക്കെ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്തു പറയാനുള്ള കാര്യം, ലാൻഡ് സംബന്ധമായ ഇഷ്യൂ ചില പേർക്ക് വരാൻ സാധ്യതയുണ്ട്. ലാൻഡ് സംബന്ധമായും വസ്തു സംബന്ധം, പിന്നെ ട്രസ്റ്റ് ഇഷ്യൂ, അത് ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവർ അങ്ങോട്ട് ചതിക്കാറുണ്ട് കേട്ടോ, ചതിക്കുകയും ചെയ്യും, ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. അതാണ് ഇവിടെ പ്രത്യേകത. പിന്നെ എടുത്ത് പറഞ്ഞ കുറച്ച് നക്ഷത്രങ്ങളുടെ പേര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ നക്ഷത്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം മൂലം, രണ്ടാമത്തെ നാൾ കാർത്തിക, മകയിരം, പൂയം. മനസ്സിലായില്ലേ? അതേപോലെ തന്നെയാണ് അങ്ങനത്തെ ഒരുപാട് നാളുകളുണ്ട്. ഇനി ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും നാളുകളുടെ കയ്യിൽ നിന്നൊക്കെ നിങ്ങൾ കമ്പനി അടിക്കുമ്പോൾ സൂക്ഷിക്കണം. അതുമാത്രമല്ല, വീനസിൻ്റെ ഇതും കൂടെ ഉണ്ട്. വീനസിന് നോക്കുകയാണെങ്കിൽ നമുക്ക് തിരുവോണം പറയാം, അതുപോലെ തന്നെ ഏതാണ്, പിന്നെ ചിത്തിര പറയാം, പിന്നെ ഭരണി വരാം. അങ്ങനെ ഞാൻ ഏതെങ്കിലും വിട്ടുപോയാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തുള്ള ആളുകളുടെ അടുത്തൊക്കെ ജസ്റ്റ് കമ്പനി അടിക്കുമ്പോൾ സൂക്ഷിക്കണം. അവർ നിങ്ങൾക്ക് നല്ലതും ചെയ്യും, മോശവും ചെയ്യും. ഞാൻ മാഴ്സിന് ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ ഞാൻ പറഞ്ഞു, വീനസിന് ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളും പറഞ്ഞു. ഇപ്പോൾ മാഴ്സിന് ഇൻഫ്ലുവൻസ് ഉള്ള നക്ഷത്രക്കാരൻ ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവിടത്തൊക്കെ നിങ്ങളൊന്ന് കമ്പനി അടിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇവരായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വരാൻ പോകുന്നത് ലൈഫിൽ. പക്ഷെ അവയിൽ നിന്ന് നിങ്ങൾക്ക് പണിയും കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും കിട്ടും, നിങ്ങൾക്ക് ഇങ്ങോട്ടും കിട്ടും, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. അത്രയേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ വീനസിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മോനായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ മോൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മോനോ മോളോ മക്കളോ അറിഞ്ഞാൽ ഇതുപോലത്തെ ഈ പ്രശ്നങ്ങൾ വന്നില്ലെങ്കിൽ അവർക്ക് ട്രാൻസ്ഫറായി വരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ഹനുമാനും രാവണനും തമ്മിലുള്ള ബന്ധമുണ്ട്.
രണ്ടിനും ചൊവ്വയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ഹനുമാൻ എന്താണ് ചെയ്തത്? രാമൻ എന്ന് പറയുന്ന ഗുരുവിനെ മനസ്സിൽ കൊണ്ടു കളഞ്ഞു, അത്ര ആരാധിച്ചു, ബഹുമാനിച്ചു. അപ്പോൾ ലൈഫിൽ സക്സസ് ഉണ്ടായി. രാവണൻ എന്താണ് ചെയ്തത്? മനസ്സിലായില്ലേ? രാവണൻ അങ്ങനെ അതരത്തിൽ റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. രാവണൻ തൻ്റെ വഴി എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട്. ഇതാണ് രാവണൻ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ലയനഷ്ടക്കാർ, നിങ്ങളുടെ ഗുരുക്കളെ സഹായിക്കുക, കുട്ടികളെ സഹായിക്കുക, കുട്ടികൾക്ക് പഠന വസ്തുക്കൾ, ബുക്കുകളെല്ലാം വാങ്ങിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ആയിരം ടീച്ച് ചെയ്യുക. അപ്പോൾ ഇവർക്കൊക്കെ ടീച്ചിങ്ങിനൊക്കെ കഴിവുണ്ട്. എല്ലാവർക്കും ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കുക. ഓക്കെ. അപ്പോൾ ഇവരുടെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ദോഷങ്ങൾ മാറും. മനസ്സിലായില്ലേ? കുട്ടികളുമായി ബന്ധപ്പെട്ട് അത് അവർക്ക് സഹായം ചെയ്യുക. മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. ബാലൻസ് ചെയ്യാൻ പറ്റും. മൊത്തം പ്രശ്നം മാറില്ലെങ്കിൽ പോലും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. ഇതാണ് പറയാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ലാസ്റ്റായിട്ട് പറയാം, ക്ലിയറായിട്ട് പറയാം. നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾ പെരുമാറേണ്ട കുറേ നഷ്ട കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, മകയിരം, പൂയം, കാർത്തിക, മനസ്സിലായില്ലേ? മൂലം, ഇതുപോലത്തെ നക്ഷത്രങ്ങൾ, മനസ്സിലായില്ലേ? ഇവരെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, അവിട്ടം, ചിത്തിര, ഇവരെ സൂക്ഷിക്കുക. അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീനസിൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അത് 3 നക്ഷത്രക്കാരാണ്. അത് തിരുവോണം, തിരുവാതിര, മനസ്സിലായില്ലേ? ചിലപ്പോൾ പെണ്ണ് കേസായോ അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ശാരീരികപരമായിട്ടുള്ള നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് പരമായിട്ട് ഇവരൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് ചിത്തിര, അല്ലെങ്കിൽ തന്നെ ഏതാണ് ശുക്രജിതുള്ളത്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവോണം, തിരുവാതിര. അപ്പോൾ ഈ 4 കാര്യം, മനസ്സിലായില്ലേ? ഭരണി വരത്തില്ല ഈ ഇത്രയും. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഇവിടത്തൊക്കെ നിങ്ങളൊന്നും കമ്പനി അടിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇത് വീനസിൻ്റെ ഇതാണ്, മനസ്സിലായില്ലേ? തിരുവോണം, തിരുവാതിര, അതേപോലെ ഈ നക്ഷത്രങ്ങളൊക്കെ, പിന്നെ ചിത്തിരയൊക്കെ വീനസിൻ്റെ ഇതുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഖത്തിൽ, നിങ്ങളുടെ സുഖമായി ബന്ധപ്പെട്ടത് പെണ്ണാവാതെ തന്നെ വേറെ എന്ത് ശാരീരിക സുഖമായോ മാനസിക സുഖമായോ അതുമായി ബന്ധപ്പെട്ട് ഇവർ വരാം. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് കൂടെ നിന്ന് മീൻസ് ഒരു നിങ്ങളടുത്ത് കമ്പനി അടിക്കുമ്പോൾ സൂക്ഷിക്കുക. മീൻസ് നിങ്ങളുടെ ബിസിനസ് പ്ലാനൊക്കെ ചോർന്ന സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്.